വാഹനങ്ങളിലെ ടൈമിംഗ് ബെൽറ്റ് മാറാൻ എത്ര ചെലവാകും, എപ്പോഴാണ് ചേഞ്ച് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ വാഹനത്തിന്റെ ടൈമിംഗ് ബെൽറ്റ് അല്ലെങ്കിൽ ടൈമിംഗ് ചെയിൻ എപ്പോഴാണ് മാറേണ്ടത് എന്ന് സംശയമുണ്ടെങ്കിൽ വണ്ടിയുടെ പേരും വേരിയന്റും കമന്റ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ചേഞ്ച് ചെയ്യുന്നത് ഫോർഡ് ഫിഗോ ഡീസലിന്റെ ടൈമിംഗ് ബെൽറ്റും വാട്ടർ പമ്പുമാണ്. 1,00,000 കിലോമീറ്ററാണ് ഫാക്ടറി റെക്കമെൻഡ് ചെയ്യുന്നതെങ്കിലും 90,000 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ ടൈമിംഗ് ബെൽറ്റ് മാറാൻ ശ്രദ്ധിക്കുക. കാരണം ടൈമിംഗ് ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ വാൽവ് പിസ്റ്റൽ വന്ന് ഇടിക്കുകയും വാൽവ് ബെൻഡ് ആവുകയും ചെയ്യും. ഇത് എഞ്ചിൻ വർക്കിലേക്ക് നയിക്കും. ഈ വാഹനം ഇപ്പോൾ 2,00,000 കിലോമീറ്റർ കഴിഞ്ഞു. രണ്ടാമത്തെ തവണയാണ് ടൈമിംഗ് ബെൽറ്റ് കിറ്റ് മാറുന്നത്. ഫോർഡ് ഫിഗോ ഡീസൽ ടൈമിംഗ് ബെൽറ്റ് കിറ്റിന്റെ വില 14,800 രൂപയാണ്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് INA ബ്രാൻഡിന്റെ ടൈമിംഗ് ബെൽറ്റ് കിറ്റാണ്. അതിന്റെ വില 5,500 രൂപ. INA ബ്രാൻഡും ഫോർഡ് ജെനുവിൻ സ്പെയറിന്റെ ടൈമിംഗ് ബെൽറ്റ് കിറ്റും സെയിം ക്വാളിറ്റി തന്നെയാണ്. INA ബ്രാൻഡ് എടുക്കുന്നതിലൂടെ കസ്റ്റമറിന് നല്ല രീതിയിൽ ക്യാഷ് സേവ് ചെയ്യാൻ പറ്റും. ടൈമിംഗ് ബെൽറ്റ് മാറുന്നതിനോടൊപ്പം തന്നെ വാട്ടർ പമ്പും മാറാൻ ശ്രമിക്കുക. വാട്ടർ പമ്പ് 2,800 രൂപ. ഫോർഡ് ഫിഗോ ഡീസൽ സ്പെയർ വാട്ടർ പമ്പിന് 3,900 വരും. കസ്റ്റമറുടെ വേറെ ഒരു കംപ്ലൈന്റ് ആയിരുന്നു മുൻവശത്തു നിന്നും സ്ക്വീസിംഗ് നോയ്സ് കേൾക്കുന്നു എന്നുള്ളത്. പരിശോധിച്ചപ്പോൾ ആൾട്ടർനേറ്റർ പുള്ളിയായിരുന്നു കാരണം. ആൾട്ടർനേറ്റർ പുള്ളി 2,900